അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പടച്ച റബ്ബിനോട് ആ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? ഞാൻ ആചരിക്കുന്ന ആചാരങ്ങൾ അത് എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ എന്ന് പരിശോധിക്കുകയും അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനും, എന്നിട്ട് എന്താണോ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, എന്താണോ സഹാബത്ത് ചെയ്തത്, അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കണം. അതാണ് വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ. ഏതാണ് ആ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ? ആ ചൊവ്വായ മാർഗത്തിന്റെ പ്രത്യേകത എന്താണ്? അവ്യക്തതയില്ലാത്ത മാർഗമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ. ഏറ്റവും പ്രകാശപൂരിതമായ മാർഗത്തിലാണ് നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത്. ഒരിക്കലും ഒരാൾക്കും ഒരു ഇരുട്ടിന്റെ ഒരു ശകലം പോലും കാണാൻ കഴിയാത്ത വെളിച്ചത്തിന്റെ മാർഗമാണ് ഇസ്ലാമിന്റെ മാർഗം. തികഞ്ഞ ബോധ്യപ്പെടുന്ന മാർഗമാണ് ഇസ്ലാമിന്റെ മാർഗം. ആർക്കും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന മാർഗമാണ്. വഴിതെറ്റിപ്പോകാൻ പ്രിയമുള്ളവരെ സാധ്യതയില്ലാത്ത മാർഗമാണ് അത് പഠിക്കുന്നവർക്ക്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ. നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത് പ്രകാശപൂരിതമായ മാർഗത്തിലാണ്. ലൈലുഹാ കനഹാരിഹാ. അതിന്റെ രാവ് പോലും പകല് പോലെ പ്രശോഭിതമാണ്. രാവിന്റെ ഇരുട്ട് പോലെ ഇരുട്ട് മൂടിയതല്ല, അതിന്റെ രാവ് പോലും പ്രകാശപൂരിതമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. അതിൽ നിന്ന് തെറ്റിപ്പോകുന്നവൻ സ്വയം അതേ വഴി പിഴച്ചവൻ അല്ലാതെ മറ്റാരുമല്ല. സ്വയം നശിക്കാൻ തീരുമാനിച്ചവനല്ലാതെ ആ മാർഗം വിട്ടു പോവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്.